ഇന്ന് നമുക്ക് റെഗുലർ കോട്ടൺ സാരിയും മൽമൽ കോട്ടൺ സാരിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. റെഗുലർ കോട്ടൺ സാരി പറഞ്ഞാൽ കുറച്ചൊരു പരുപരുത്ത കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള തരം ഒരു കോട്ടൺ ആണ്. ഒരു ഫൈൻ യാർൺ കൊണ്ട് ഉണ്ടാക്കിയ പരുത്തി കൊണ്ട് ഉണ്ടാക്കിയതാണ് കോട്ടൺ എന്ന് പറയുന്നത്. മൽമൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബ്രീത്തബിൾ, ഒരു ഫെദർ പോലെ തൂവൽ പോലെ ലൈറ്റായിട്ട് നമ്മുടെ ബോഡിയോട് ഒട്ടിച്ചേർന്ന് കംഫർട്ടായി കിടക്കുന്ന തരം കോട്ടൺ ആണ് മൽമൽ കോട്ടൺ എന്ന് പറയുന്നത്. ബ്രീത്തബിൾ ലെവൽ നോക്കുകയാണെങ്കിൽ കോട്ടൺ സാരീസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രീത്തബിളാണ്, പക്ഷെ അതൊരു കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ വെയർ ചെയ്യുമ്പോൾ അത് കുറച്ചൊരു ഫ്ലഫി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ മൽമൽ കോട്ടൺ ആണെങ്കിൽ അത് എക്സ്ട്രീംലി ബ്രീത്തബിൾ, ഫീൽ ലൈക്ക് എ ഫെദർ. അത് നമ്മുടെ ബോഡിയോട് ഒട്ടിച്ചേർന്ന് കിടക്കുക, അങ്ങനെ നല്ല കംഫർട്ടായിട്ടുള്ള തരം മെറ്റീരിയലാണ്. കോട്ടൺ ഡ്രേപ്പ് ചെയ്യുവാണെങ്കിൽ അത് ഇറ്റ്സ് ഹോൾഡ് പ്ലീറ്റഡ്. നമ്മൾ പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഫേമായിട്ട് കിടക്കും, അത് നല്ലൊരു എലഗൻ ലുക്കായിരിക്കും. പക്ഷേ ഇത് മൽമൽ കോട്ടൺ ആണെങ്കിൽ അതിങ്ങനെ ഒഴുകിക്കിടക്കുന്ന തരത്തിലുള്ളൊരു മെറ്റീരിയലാണ്. ഭയങ്കര ഡെലിക്കേറ്റാണ്, ഈസി ടു മാനേജ് ആണ്, പെർഫെക്റ്റ് ഫോർ കാഷ്വൽ എലഗൻ ലുക്ക് ആണ്. എവറി ഡേ വെയറിന് നോക്കുകയാണെങ്കിൽ കോട്ടൺ സാരീസ് ഐഡിയൽ ഫോർ ഡെയിലി വെയർ, ഓഫീസ് ഓർ ട്രഡീഷണൽ ഫംഗ്ഷൻ, ഗീവ് എ ക്ലാസിക് ലുക്ക് ക്ലാസിക് ആൻഡ് നീറ്റ് ലുക്ക് കിട്ടും. മൽമൽ കോട്ടൺ സാരീസ് പ്രീമിയം യെറ്റ് കാഷ്വൽ ചാംസ്, ബെസ്റ്റ് ഫോർ സമ്മേഴ്സ്, ലൈറ്റ് ഫങ്ഷൻസ് ഓർ ആസ് എ സ്റ്റൈലിഷ് എവറിഡേ വെയർ. ഇതാണ് രണ്ട് കോട്ടണും ഇതും. മെയിൻ്റനൻസ് നോക്കുകയാണെങ്കിൽ ഡ്യൂറബിൾ, ലോങ് ലാസ്റ്റിംഗ്, ഈസി ടു വാഷ് ആണ്. നീഡ്സ് ടു സ്റ്റാർച്ച് സംടൈം കോട്ടൺ സാരീസ്. എന്നാൽ മൽമൽ കോട്ടന് നമ്മൾ സോഫ്റ്റ് തിക്കാണ്, പക്ഷേ അത് ഡെലിക്കേറ്റ് ആയാലും കുറച്ച് കെയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. സ്റ്റാർച്ച്